മക്കളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാനും വളരെ സന്തോഷകരമായി 1, 2, 3 ആഴ്ചയിൽ സ്നേഹത്തോടെ പെരുമാറുകയും ചെയ്യുന്ന ചില ഉമ്മമാര്. എല്ലാവരും ആ ഒരു കൂട്ടത്തിലാണ് എന്നല്ല ഞാൻ ഈ പറഞ്ഞു വരുന്നത്. ചില ഉമ്മമാരുണ്ട്, ജീവിതത്തിൽ മക്കൾക്ക് ഒരു സമാധാനം കൊടുക്കില്ല. ആകപ്പാടെ മക്കൾ പ്രയാസത്തിലും സങ്കടത്തിലുമായി കഴിഞ്ഞുകൂടുന്ന അവസ്ഥകൾ. എവിടെ പോയാലും അവർക്കൊരു സമാധാനമില്ല. കല്യാണം കഴിക്കുന്നതിന്റെ തൊട്ടു മുമ്പ് വരെ അവർ നല്ല സമാധാനത്തോടുകൂടി ജീവിച്ചിരുന്നവരെ. ഉമ്മ പറഞ്ഞ എന്റെ മോന് 20 വയസ്സായി, 23 വയസ്സ് പ്രായമായില്ലേ, അതുകൊണ്ട് എന്റെ കുട്ടി ഒരു വിവാഹം കഴിക്കണം. ഉമ്മയുടെ ആഗ്രഹപ്രകാരം ചില മക്കൾ, എല്ലാ ഉമ്മമാരും അങ്ങനാണെന്നല്ല, അങ്ങനെ ആരും കണക്കാക്കുകയും ചെയ്യരുത്. ചില ഉമ്മമാരുടെ വാക്കുകൊണ്ട് മക്കളെ വിവാഹം കഴിക്കും. ആ മക്കൾ അവരുടെ വീട്ടിലേക്കൊന്ന് കൊണ്ടുവരും. ആ പ്രിയപ്പെട്ട മക്കളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു മാസം എവിടെ കൊണ്ടുപോകാനും എന്തിനും ഏതിനും എല്ലാത്തിനും മരുമകള് വേണം. എല്ലാരോടും പറയും, എന്റെ മൂത്ത മകൻ എന്റെ ഇളയ മകന്റെ ഭാര്യയാണ്. അടുത്തൊരാഴ്ച എവിടെങ്കിലും വെച്ച് അന്ന് കണ്ട ആള് ചോദിക്കും, എവിടെ ഇങ്ങനെ മരുമോള്? അതിനെ നിനക്ക് കൂട്ടിക്കൊണ്ടു പോവാൻ പറ്റൂ? അവളെ ഒന്നും കൂട്ടി പോവാൻ പറ്റൂല. നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ അവർ കേൾക്കാൻ പാടുണ്ടോ? ആദ്യത്തെ മാസം എന്തായിരുന്നു? എന്തുണ്ടെങ്കിൽ ഇവളോടെ ഞാൻ പറയുള്ളൂ, എന്തുണ്ടെങ്കിൽ ഇവളോടെ കേൾക്കുള്ളൂ. എന്നാൽ എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഏതെങ്കിലും ഒരൊറ്റ ഉമ്മയെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ, ആൺമക്കളെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചിട്ട് നിങ്ങൾ കാരണത്താൽ ആൺമക്കളുടെ സമാധാനം നഷ്ടപ്പെടുന്നു. എന്നാൽ സുബ്ഹാനല്ലാഹ്, ഉമ്മമാരെ, നാളെ പടച്ചവന്റെ മുമ്പിൽ കയ്യും കെട്ടി നിന്നുകൊണ്ട് സമാധാനം പറയാതെ നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ കുറ്റപ്പെടുത്താനല്ല, നിങ്ങളെ ആക്ഷേപിക്കാനല്ല, കളിയാക്കാനല്ല. ചില വീടിന്റെ കത്തട്ടില് പാവപ്പെട്ട ആൺമക്കള് കല്യാണം കഴിഞ്ഞ് 1 മാസം കഴിയുമ്പോ പ്രവാസ ലോകത്തേക്ക് പോകുമ്പോ ഭാര്യ പറയുന്നു, ഇക്കാ നിങ്ങളുടെ ഉമ്മ എന്നെ വല്ലാതെ നൊമ്പരപ്പെടുത്തുന്നുണ്ട്, എന്നെ വല്ലാതെ പരിഹസിക്കുന്നുണ്ട്, എന്ത് ചെയ്താലും കുറ്റമാ. ഇവിടെ എവിടെയാണ് നട്ടം വരുന്നതെന്നറിയുമോ? മരുമകളുടെ ജീവിതത്തിൽ മാത്രമല്ല, നിങ്ങളുടെ മകള് എന്താ, നിങ്ങളുടെ മകന് പ്രവാസ ലോകത്താണെങ്കിൽ അവൻ ചെയ്യുന്ന ജോലിയിൽ ഒരു ബറക്കത്തില്ല. കാരണം എന്താ? അവൻ എന്ത് ചെയ്താലും അവനിക്കൊരു സമാധാനമില്ല. മകൻ അവിടെ നിന്ന് വിവാഹം കഴിച്ചു കൊണ്ടുവന്ന ഭാര്യ ഇവിടെ വീട്ടിന്റെ ഉള്ളിൽ പ്രയാസത്തിലാണ്. ഉമ്മയും മരുമകളും തമ്മിൽ വഴക്കുണ്ടായി, വീട്ടിൽ പട്ടിണി കിടക്കുന്നുണ്ട്. ഉമ്മ ഒരു ഭാഗത്ത് കിടക്കുന്നുണ്ട്, തന്റെ ഭാര്യ ഒരു ഭാഗത്ത് കിടക്കുന്നുണ്ട്. ആരെ വിളിച്ചിട്ടാണ് ആശ്വാസത്തിന്റെ വാക്ക് പറയുന്നത്? 2 പേരെ വിളിച്ചാലും പരാതികളുണ്ട്. ചില ഉമ്മമാര് ഒരുവിധമൊക്കെ വന്ന കണ്ണടച്ചേക്കണം. എങ്ങനെന്നറിയുമോ? നിങ്ങളുടെ മകൻ കൊണ്ടുവരുന്ന പ്രിയപ്പെട്ടവൾ, നിങ്ങളുടെ മകൻ കൊണ്ടുവരുന്ന ഭാര്യ, അത് നിങ്ങളുടെ മകളായി കണ്ടാൽ അവിടെ ഏതാ വല്ലാത്ത പ്രയാസങ്ങളില്ല, അവിടെ ചൂടാകലുകളില്ല. എല്ലാരും കഥയല്ല കേട്ടോ, അങ്ങനെ ആരും മനസ്സുകൊണ്ട് കരുതരുത്. എല്ലാ അമ്മായിമാരങ്ങനല്ല. ചില അമ്മായിമാര് മക്കളെ സ്നേഹിക്കുന്നതിനേക്കാളുപരി മരുമകളെ സ്നേഹിക്കും. ഇന്നിപ്പോ നമ്മൾ ഇതിൽ ഒരു കമന്റ് കണ്ടു, മകൻ മരുമകളെ സ്നേഹിക്കുന്നില്ല ദ്വാരക. അതൊരമ്മായിയാണ്. അതവർക്ക് സ്നേഹം ഉള്ളതുകൊണ്ടാ പറഞ്ഞത്. ഇല്ലെങ്കിൽ അവർക്ക് കഴിയില്ലെന്നാൽ അവര് പറയും, അവർക്ക് അങ്ങനെ തന്നെ വേണം, അവർക്ക് അങ്ങനെ തന്നെ വേണമെന്നല്ലേ പറയുള്ളൂ. മറിച്ച് ഉസ്താദേ, മിണ്ടാനൊന്ന് ദ്വാരക്കണം, സ്നേഹിക്കാനൊന്ന് ദ്വാരക്കണം. പെൺമക്കളുള്ളവർക്കാണ് പെൺമക്കളുടെ വിലയറിയുള്ളൂ. എന്റെ ഉമ്മമാര് ശബ്ദം ശ്രവിക്കുന്ന നിങ്ങളോട് പറയാണ്, നിങ്ങളുടെ വീട്ടിലേക്ക് വന്നു കയറുന്നത് അത് നിങ്ങളുടെ മോളാണ്. നിങ്ങളുടെ വീട്ടിലേക്ക് വന്നു കയറുന്നത് അത് നിങ്ങളുടെ മകളാണ്. ആ ഒരു ചിന്തയിലായിരിക്കണം നിങ്ങൾ അവരോട് പെരുമാറാനുള്ളത്. അപ്പോ ഒരുവിധമൊക്കെ വീട്ടിന്റെ ഉള്ളിലുള്ള പ്രയാസങ്ങളും സങ്കടങ്ങളും മകന്റെ ജോലിയിൽ ഒരു ആശ്വാസവും ഒക്കെ കിട്ടും. ഇല്ല എന്നുണ്ടെങ്കിലാണ് വല്ലാത്ത പ്രയാസങ്ങൾ ഉണ്ടാകുന്നത്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ചില വീടിന്റെ കത്തട്ടിൽ ഉമ്മമാര് മരുമക്കളെ കുറ്റപ്പെടുത്തുമ്പോഴും ഒരു ഭാഗത്ത് എന്തെങ്കിലും ഒന്ന് പറയണമെന്ന് പറഞ്ഞിരിക്കുന്ന
അമ്മായിയപ്പനുണ്ടാകും, മരുമകളെയല്ല ഭാര്യയെ. പക്ഷേ മരുമകളുടെ സൈഡ് നിന്നുകൊണ്ട് എന്തെങ്കിലും സംസാരിച്ചാൽ അത് വീണ്ടും കുറ്റപ്പെടുത്തുന്ന ഉമ്മമാരുമുണ്ട് അല്ലേ? ഈ പെമ്മക്കൾക്ക് വാപ്പയോട് വല്ലാത്തൊരു ടച്ച്, അമ്മായിയപ്പനോട് അങ്ങനെ ഉണ്ടാവും. അതൊരു സ്നേഹമാണ്. അത് ഈ ഭർത്താവിന്റെ ഉമ്മ കണ്ടാ പറയും, ഞാൻ കുറെ നാള് കൊണ്ട് ശ്രദ്ധിക്കുന്നുണ്ട്, കുറെ നാള് കൊണ്ട് നിങ്ങൾ അവക്കുള്ള പക്ഷേ പറയുള്ളൂ, നിങ്ങൾ അവള് പറയുന്നതേ കേൾക്കുള്ളൂ, അവള് നിങ്ങളുടെ ആര് അല്ലെ? ആര് ചോദ്യം, അവൾ ആരാ? നിങ്ങളുടെ മോളാണ്. ആ ചോദ്യത്തിനുള്ള മറുപടി നിങ്ങളുടെ മോളാ. മകൻ കൊണ്ടുവന്ന ഭാര്യയാണ്, മകൻ കൊണ്ടുവന്ന പെണ്ണ്. സ്വന്തം മകനെ പോലെ വന്ന് കണ്ടാൽ എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാരെ, നിങ്ങളുടെ പ്രിയപ്പെട്ട മകൻ കൊണ്ടുവന്ന ആ പൊന്നുമോളെ, ആ ഭാര്യയെ നിങ്ങളുടെ മകളായിട്ടു നിങ്ങളൊന്ന് കണ്ടാൽ അവിടെ വീട്ടിന്റെ ഉള്ളിൽ വഴക്കില്ല, വീടിന്റെ ഉള്ളിൽ പരിഭവങ്ങളില്ല, വീടിന്റെ ഉള്ളിൽ സമാധാനക്കേടില്ല. മറിച്ച് നിങ്ങൾ കൊണ്ടുവരുന്ന ഏതോ ഒരു ആണിന്റെ, ഏതോ ഒരു പെണ്ണിന്റെ മകള് എന്നുള്ള ചിന്തയോടുകൂടി അവൾ അന്യതാണെന്ന് കരുതുമ്പോഴേ ആ വീട്ടിന്റെ ഉള്ളിൽ വഴക്കും വൈരാഗ്യവും പ്രശ്നങ്ങളും ഉണ്ടാകുള്ളൂ. മറിച്ച് എന്റെ മോളാണ് എന്നെന്ന് കരുതിയാൽ അവിടെ പ്രശ്നങ്ങൾ ഉദിക്കുന്നില്ല, അവിടെ നൊമ്പരങ്ങളില്ല, അവിടെ വേദനകളില്ല. അതിന്ന് വളരെ കുറവാകട്ടെ അല്ലേ? ഭൂരിഭാഗം ആളുകൾ അങ്ങനെ ചിന്തിക്കൂല. ചില ഉമ്മമാര് ഭയങ്കര രസമാണ്. അവർക്കൊരു തോന്നല, ഭാര്യയ്ക്ക് അല്പം സ്നേഹം കൊടുക്കുമ്പോ മകൻ ഉമ്മയെ സ്നേഹിക്കുന്നില്ല എന്നൊരു തോന്നൽ മകൻ ഉമ്മയെ സ്നേഹിക്കുന്നില്ല എന്നൊരു തോന്നൽ ചില ഉമ്മമാർക്ക് അല്ലേ? ഉമ്മമാരെ, മകൻ കൊണ്ടുവന്ന ഭാര്യയെ പിന്നെ ആര് സ്നേഹിക്കാനാ? പിന്നെ ആര് സ്നേഹിക്കാനാണ്? ഭർത്താവല്ലാതെ, നിങ്ങളുടെ മോനല്ലാതെ അവളോട് മിണ്ടാം പിന്നെ ആര് ചെല്ലാനാ? അവളെ കാര്യങ്ങൾ നോക്കാൻ നിങ്ങളുടെ മകനല്ലാതെ ആര് ചെല്ലാനാ? അതിനൊക്കെ നമ്മൾ വൈരാഗ്യം വെച്ചിട്ട് കാര്യമില്ലല്ലോ, അതിനൊക്കെ നമ്മൾ വല്ലാതെ അസൂയും കുശുമ്പുമായിട്ട് പോയിട്ട് കാര്യമില്ലല്ലോ. ഒരു 5 മിനിറ്റ് കിടക്കുന്ന പെണ്ണിനോട് പറയും, അവർക്ക് എന്ത് മലമറിക്കുന്ന പണിയാ? നിനക്കെന്താടി ഇവിടെ പണി? നിനക്കെന്താ ഇവിടെ പണി? 5 മിനിറ്റ് എന്ന് കിടക്കുന്ന പാവപ്പെട്ട പെൺമക്കളോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ പെൺമക്കള് വീട്ടിന്റെ ഉള്ളിൽ, ചില പെൺമക്കൾ അവധിക്ക് വരും, സ്കൂൾ വിട്ട്, അല്ല പിന്നെ സ്കൂളല്ല, അതെ മക്കൾക്കുള്ള സ്കൂള്, അവരുടെ നിങ്ങളുടെ ചെറുകുട്ടികളുടെ സ്കൂൾ കഴിഞ്ഞിട്ട് അവധിക്ക് വരുമ്പോ മക്കൾ 9 മണി വരെ കിടക്കും, അല്ലെ 10 മണി വരെ കിടന്ന് പുതപ്പ് മൂടി സുഖറക്കം. നിങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? അവള് ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വന്നല്ലേ, കിടന്നോട്ടെ, ഇന്നല്ലേ അവർക്ക് കുറച്ച് റെസ്റ്റ് കിട്ടുള്ളൂ. ആരെ? മകളെ, സ്വന്തം മകളെ. എന്നാൽ അതേ സമയത്ത് വിളിക്കുന്നുണ്ട് മകന്റെ ഭാര്യയെ, നിനക്ക് എഴുന്നേക്കാറായില്ലടി, വീടിന്റെ മുറ്റം തൂക്കാറായില്ല, പാത്രമൊന്ന് കഴിവേക്കാറായില്ലേ, നിനക്കൊന്നും ഒരു സന്തോഷമില്ല, നിനക്കൊക്കെ എത്ര പറഞ്ഞാലും മതി വരില്ല. അതേ സമയത്ത് സ്വന്തം മകള് കിടക്കുന്നുണ്ട്, ആ മകളോട് ഒരു പരിഭവമില്ല, പരിവട്ടമില്ല. എന്നാൽ ഈ പാവപ്പെട്ട ഈ പെണ്ണ്, അവളും ഒരു ഉമ്മയുടെ മോളാണ്, ഒരു പാപ്പയുടെ മോളാണ്. അവർക്കും വല്ലാത്ത സങ്കടങ്ങളുണ്ട്, അവർക്കും വല്ലാത്ത വേദനകളുണ്ട്. ചില പെൺകുട്ടികളുണ്ട്, നേരം വെളുത്താൽ അലാറം വെച്ച് എഴുന്നേക്കും നേരത്തെ. അവർക്ക് രോഗങ്ങളില്ലാഞ്ഞിട്ടല്ല, അവർക്ക് പ്രയാസങ്ങളില്ലാഞ്ഞിട്ടല്ല, വീട്ടിന്റെ ഉള്ളിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അത് സഹിക്കാൻ പറ്റില്ലല്ലോ, അത് ജീവിതത്തിൽ വല്ലാത്ത വേദനയായി മാറും. അതുകൊണ്ട് എത്ര പനി പിടിച്ചാലും, തലവേദന എടുത്ത് കിടന്നാലും, വയറുവേദന എടുത്ത് കിടന്നാലും, എത്രത്തോളം നൊമ്പരത്തോട് കിടന്നാലും ആ പെണ്ണവിടെ എഴുന്നേറ്റ് സകലമാന ജോലിയും ചെയ്യും. എന്നാലും കുറ്റമില്ലാത്തത് കുറവാണല്ലോ. എന്നാലും കുറ്റം ഭയങ്കര, അത് വല്ലാത്ത കുറ്റാണ്, അത് വല്ലാത്ത സങ്കടാണ്, വല്ലാത്തൊരു അനുഭവങ്ങളാണ്. അതുകൊണ്ടാണ് മുഅ്മിനെ പഠിക്കാൻ പറഞ്ഞത്, ജീവിതത്തിൽ ഏറ്റവും നല്ല സന്തോഷം വേണം. ഇവിടെ നിങ്ങളുടെ മരുമക്കനെ, അതാ നിങ്ങളുടെ മരുമകൾ നിങ്ങളുടെ വീട്ടിലേക്കൊന്ന് കടന്നു വന്ന മകളെ നിങ്ങൾ വേദനിപ്പിക്കുമ്പോ ആ വേദന ചെന്നെത്തുന്നത് നിങ്ങളുടെ ആൺമക്കളിലാണ്. അവരൊരു പക്ഷേ പ്രവാസികളായേക്കാ, അവരുടെ ജോലിക്കൊരു സമാധാനമില്ല, അവർ വാഹനമോടിക്കുന്നവരാണ്. ചിന്തിക്കണം എന്റെ ഉമ്മമാര്, അവരെപ്പോഴും വാഹനം
വാഹനങ്ങളിൽ പോകുന്നവരാണ്. പ്രവാസികൾ ഒരുപാട് ചീറിപ്പായുന്ന വാഹനത്തിൽ സഞ്ചരിക്കുന്നവരാണ്. അവരുടെ തലയിലേക്ക് നിങ്ങൾ ആവശ്യമില്ലാത്ത ലോഡിട്ട് കൊടുത്താൽ ആ ചിന്തയോടുകൂടി നിങ്ങളുടെ മക്കൾ വാഹനം ഓടിക്കുമ്പോ എന്തെങ്കിലും പറ്റിയിട്ട് മോനെ നീ പോയില്ലേ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു കാര്യമില്ല, പിന്നെ നഖം കടിച്ചിട്ടൊരു കാര്യമില്ല. അതുകൊണ്ട് ഉമ്മ അല്പമൊന്ന് ക്ഷമിച്ചാൽ, അല്പമൊന്ന് മുന്നോട്ട് പോയാ റബ്ബ് നിങ്ങൾക്ക് സന്തോഷം തരുമല്ലോ. അല്പമൊന്ന് ക്ഷമിക്കാൻ നോക്കാം. അതിനെന്ത് വേണം? ഒരു ഉമ്മയാകണം. ഒരു ഉമ്മാക്ക് മാത്രമേ മരുമകളോട് ക്ഷമിക്കാൻ കഴിയുള്ളൂ. യഥാർത്ഥ ഒരു അല്ലേ? യഥാർത്ഥ ഒരു ഉമ്മക്ക് മാത്രം. സുന്ദരമാം പൂവിതളായി കൽപ്പന ജീവിതമെന്നറിവായി അജബുകളിൽ തീരാമഴയായി വന്നതു പോമകളായി അത്ഭുതമോ രാജാവന്ന് സുന്ദരമായൊരു ഭാര്യയും വന്ന് അത്ഭുതമോ കഥകളുരത്ത് പോകും നേരമില്. ചില കല്യാണ ഓഡിറ്റോറിയങ്ങളിലേക്ക് ചെന്നാൽ കാണാം, ഇത് ഞാൻ തമാശ അറിയില്ല, ചില കല്യാണ ഓഡിറ്റോറിയങ്ങളിൽ ചെന്നാൽ മരുമകൾ അമ്മായിയുടെ അടുത്ത് എണീച്ചു പോവില്ല. എന്താണെന്നറിയോ? അമ്മായിയോട് വല്ലാത്ത ഇഷ്ടം ഉണ്ടായിട്ടല്ല. എണീറ്റ് പോയ അമ്മായി കുറവാന്നും പറഞ്ഞിരിക്കും. അടുത്തിരിക്കുന്ന ആളെ വിളിച്ചിട്ട് അവളിപ്പോ എന്തിനാ അങ്ങോട്ട് പോയി, അവൾക്ക് എന്തിനാ എന്റെ കാര്യം, അവള് പോകേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നപ്പോ അല്ലേ? അടുത്ത് വന്നിരിക്കുമ്പോ നീ ഇപ്പൊ എന്തിനാ ഇവിടെ എഴുന്നേറ്റ് പോ, അതിന്റെ വല്ല ആവശ്യം അവര് നോക്കിക്കോളല്ലോ അല്ലേ? ഒരാളോടും മിണ്ടാൻ പറ്റില്ല. പിന്നെ അമ്മായിയമ്മക്ക് സംശയമായി, അവളോട് മിണ്ടിയത് എന്നെ പറ്റിയിട്ടാണ്, എന്റെ കുറ്റമാണ് എന്ന് പറഞ്ഞിട്ട് ചില അമ്മായിമാര് മരുമക്കൾ അരികത്ത് വന്നിരിക്കുമ്പോ എല്ലാം പറഞ്ഞു കഴിഞ്ഞോ? ഒരു ചോദ്യം, എല്ലാം പറഞ്ഞു കഴിഞ്ഞോ എന്നൊരു അടുത്തൊരു ചോദ്യം. ചിന്തിച്ചു നോയിക്കേ. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് ഞാൻ പറയുകയാണ് മുഅ്മിനീങ്ങളെ, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് പറയാനുള്ളത്, നിങ്ങളുടെ മകൻ കൊണ്ടുവരുന്ന ഭാര്യയോട് നിങ്ങൾ സ്നേഹത്തോടെ പെരുമാറുമ്പോ, അവർക്ക് സ്നേഹം കൊടുക്കുമ്പോഴാണ് നിങ്ങളുടെ ആൺമക്കളുടെ ജോലി ചെയ്യുന്നതിൽ ഒരു ബറക്കത്ത് കിട്ടുന്നത്, അവർക്കൊരു സമാധാനം കിട്ടുന്നത്. ഭാര്യയെ വിളിക്കുമ്പോ ഉമ്മ നല്ല സ്നേഹമാ, ഉമ്മ നല്ല റാഹത്താ, നല്ല സന്തോഷമുള്ള ഉമ്മയാ, എന്റെ പൊന്നുമ്മയാണെന്ന് മരുമകൾ പറയുമ്പോ ഇത് കേൾക്കുമ്പോ നിങ്ങളുടെ മകനിക്കുണ്ടാകുന്ന ഒരു സന്തോഷം, ആ സന്തോഷമാണ് പൊന്നാര ഉമ്മ നിങ്ങളുടെ മക്കളുടെ ജീവിതം റാഹത്തിലാകുന്നത്. അല്ലെങ്കിൽ ആ മക്കളുടെ ജീവിതം തകരുമെന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല. അല്ലാഹുവേ, കോപം എന്ന് പറയുന്ന ഒന്ന് നമ്മളിലേക്ക് വരുമ്പോ പിന്നെ നമ്മൾ ക്ഷമിച്ചിട്ടില്ല എങ്കിൽ പിന്നെ നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്ന് പറയാൻ കഴിയില്ലല്ലോ, എന്താണ് പ്രവർത്തിക്കുന്നത് എന്ന് പറയാൻ കഴിയില്ലല്ലോ, ഏത് വഴികളിലൂടെയാണ് പോകുന്നത് എന്ന് പറയാനും കഴിയില്ലല്ലോ. നിങ്ങൾക്കറിയുമോ, ഒരു വീടിന്റെ കത്തട്ടിൽ അകപ്പാടെ സങ്കടത്തോടെ കഴിഞ്ഞുകൂടിയ ഒരു മകന്റെ കഥ. ആ മകനിങ്ങനെ വീട്ടിന്റെ ഉള്ളിൽ കടന്നു വരും, നേരം വെളുത്തെഴുന്നേൽക്കുകയാണ്, അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്തുകൊണ്ട് നിസ്കരിച്ചുകൊണ്ട് നല്ലതുപോലെ. തന്റെ ഉമ്മ വീട്ടിലുണ്ട്, തന്റെ ഭാര്യ വീട്ടിലുണ്ട്, തന്റെ മക്കള് വീട്ടിലുണ്ട്. ആ പ്രിയപ്പെട്ട ഉമ്മക്കും ഭാര്യക്കും മക്കൾക്കും വേണ്ടിയിട്ട് ചിലവിന് കൊടുക്കാൻ ആ പ്രിയപ്പെട്ട പുന്നാര മകൻ അവിടെ നിന്ന് ഇറങ്ങിത്തിരിക്കുമ്പോ, അള്ളാഹുവേ, മകനവിടം ജോലിക്ക് പോയ പാട് പ്രിയപ്പെട്ട അമ്മായി എപ്പോഴും വഴക്കുണ്ടാക്കുകയാണ്. തൊട്ടതിനും പിടിച്ചതിനും മുഴുവൻ കുറ്റമാ എന്നും പാതിരാത്രിയിൽ തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ജോലി കഴിഞ്ഞിട്ട് വരുമ്പോ തന്റെ പ്രിയപ്പെട്ടവരുടെ മുഖത്തേക്ക് നോക്കുകയാണ്. എന്തൊക്കെയോ ടെൻഷൻ ഉള്ളതുപോലെ, എന്തൊക്കെയോ സങ്കടമുള്ളതുപോലെ, എന്തൊക്കെയോ നൊമ്പരമുള്ളതുപോലെ നോക്കി നിൽക്കുമ്പോ ചോദിക്കുന്നു, എന്തേ പറ്റിയത്? പക്ഷേ ഇന്ന് വരെ തന്റെ ഭർത്താവിന്റെ ഉമ്മയെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. എന്നാൽ ഭർത്താവിന്റെ ഉമ്മ ഒരുപാട് മകനോട് പറഞ്ഞു കൊടുക്കാറുണ്ട്. അങ്ങനെ വേദനയിലും സങ്കടത്തിലുമായിട്ട് ഈ പെണ്ണിങ്ങനെ കഴിഞ്ഞുകൂടുകയാണ്. അമ്മായി പറയുന്നതിന് എതിരായിട്ടൊരു വാക്ക് പോലും പറയാറില്ലല്ലോ. അങ്ങനെ സുബ്ഹാനല്ലാഹ്, ഒരു വേള പ്രിയപ്പെട്ട ഈ ചെറുപ്പക്കാരന്റെ ഉമ്മ രോഗിയാവുകയാണ്.
ഉമ്മ രോഗിയാവുകയാണ്. ഉമ്മ രോഗിയായി ഉമ്മയെ നല്ലതുപോലെ മരുമകൾ നോക്കുകയാണ്. എല്ലാം കഴിഞ്ഞിട്ടും ഈ ഉമ്മ മകനോട് പറഞ്ഞ് അവളെന്നെ നോക്കിയിട്ടില്ല, അവളെനിക്ക് ഭക്ഷണം തന്നിട്ടില്ല, അവളെനിക്ക് ഒരു ഗ്ലാസ് വെള്ളം പോലും തന്നിട്ടില്ല. അതുകൊണ്ട് മോനെ, ഇനി ഇവളോടൊപ്പം ഞാനില്ലല്ലോ, അതുകൊണ്ട് നീ എന്നെ വേറെ ഒരു വീട്ടിലേക്ക് താമസം മാറ്റണം. ഉമ്മയുടെ അഭിപ്രായം മാനിച്ച് പുന്നാര മകനവിടം ഉമ്മയെ വേറൊരു വീട്ടിലേക്ക് താമസം മാറ്റി. ഉമ്മ പറഞ്ഞു, എന്നെ ഇവിടം നിന്ന് മാറ്റിയിട്ടില്ലെങ്കിൽ എനിക്ക് നിന്റെ പൊരുത്തമില്ല, നിനക്ക് പൊരുത്തമില്ല. കേട്ടപാടെ ഉമ്മ അടുത്തുള്ള വീട്ടിലേക്ക് മാറാൻ വേണ്ടി മകനൊരു വീട് വാടകയ്ക്ക് എടുത്തു കൊടുക്കുകയാണ്. ആ വീട്ടിൽ പുന്നാര ഉമ്മ ഇങ്ങനെ താമസിച്ചു വരുന്നു. പെട്ടെന്നാണ് ഉമ്മക്ക് രോഗം മൂർജിക്കുന്നത്. അല്ലാഹുവേ, ഇനി എന്റെ ഉമ്മയെ ആര് നോക്കാനാണ്? എല്ലാ ദിവസവും കാലുകൾ തളർന്നു പോയ പ്രിയപ്പെട്ട ഉമ്മയുടെ അരികത്തെത്തുമ്പോൾ ഈ മകനവിടം അത്ഭുതപ്പെട്ടു പോവുകയാണ്. അവിടം തന്റെ പ്രിയപ്പെട്ട ഉമ്മാന്റെ മലവും മൂത്രവും ഒക്കെ എടുത്തിട്ടുണ്ട്, ഉമ്മയെ കുളിപ്പിച്ചിട്ടുണ്ട്, ഉമ്മയെ ഒരുക്കിയിട്ടുണ്ട്, ഉമ്മ കിടന്നിരുന്ന ബെഡ്ഷീറ്റുകളൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇതാര് ചെയ്തു റബ്ബേ? ഇവിടെ എന്റെ ഉമ്മയുണ്ടെന്ന് എനിക്കല്ലാതെ മറ്റാർക്കറിയാനാണ്. അങ്ങനെ ഒരു ദിവസമല്ല, 2 ദിവസമല്ല, 3 ദിവസമല്ല, ഒരുപാട് തവണ തന്റെ പ്രിയപ്പെട്ട ഉമ്മ ഇങ്ങനെ നല്ല വൃത്തിയായി കിടക്കുന്നത് കാണുമ്പോൾ ആരാണെന്നറിയാനെന്ന് ജോലിക്ക് പോകുന്നു എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങിയിട്ട് വീടിന്റെ ഒരു ഭാഗത്ത് ഒളിച്ചിരിക്കുമ്പോ അതാ കടന്നു വരുന്നു തന്റെ പ്രിയപ്പെട്ടവൾ, തന്റെ ഭാര്യ കടന്നു വരുന്നു. അവിടെ നിന്ന് വന്നിട്ട് ആദ്യമായിട്ട് ഉമ്മാനെ ഒരു ഭാഗത്തേക്ക് മാറ്റി നല്ലതുപോലെ ഭർത്താവിന്റെ ഉമ്മക്ക് ഭക്ഷണം കൊടുത്തു. അവര് നല്ലതുപോലെ കുളിപ്പിച്ചു ഒരുക്കി. എല്ലാം കഴിഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് ഉമ്മാന്റെ കവിളത്തൊരു മുത്തം കൊടുത്തിട്ട് മടങ്ങിപ്പോയി. അല്ലാഹുവേ, ഇതെല്ലാം ഒരു മറയുടെ പിന്നിൽ ഇരുന്ന് കൊണ്ട് ഭർത്താവ് കണ്ടു. ഇതിനി എന്നെ കണ്ടു കാണുമോ? അവള് എന്നെ കണ്ടിട്ടാകുമോ അങ്ങനെ ചെയ്തത്? എന്നാൽ പിറ്റേ ദിവസം ഒരുപാട് ദിവസങ്ങൾ ഇങ്ങനെ വിളിച്ചിരുന്നു, എവിടെയും പോകാതെ. അപ്പോഴൊക്കെ തന്റെ പ്രിയപ്പെട്ടവൾ വന്നു എല്ലാം വൃത്തിയാക്കി. ഉമ്മ ഒന്നും മകനോട് പറയാറില്ല. അങ്ങനെ ഒരു വേള ഉമ്മ പോലും അറിയാതെ മകൻ ഒളിച്ചതാണ്. ഈ മകൻ ഉമ്മയോട് ചോദിക്കുന്നു, ഉമ്മ, നിങ്ങളെ കാലുകൾ തളർന്നു പോയിട്ടും നിങ്ങൾ നല്ല തടിച്ചിട്ടുണ്ടല്ലോ, സൗന്ദര്യമുണ്ടായിട്ടുണ്ടല്ലോ, നല്ല വൃത്തിയുണ്ടല്ലോ, ഇവിടെ ഒരു ദുർഗന്ധമില്ലല്ലോ, ആരാണ് നിങ്ങളെ പരിപാലിക്കുന്നത്? ചോദിച്ചപാട് ഉമ്മയുടെ കണ്ണു നിറഞ്ഞു. ഉമ്മാന്റെ കണ്ണു നിറഞ്ഞിട്ട് പറഞ്ഞു, നിനക്ക് നാളെ ഞാൻ കാണിച്ചു തരാ, നീ എവിടെയും പോണ്ട. ഉമ്മ അവിടെന്ന് പറഞ്ഞപാട് ഉമ്മയുടെ വാക്ക് കേട്ടുകൊണ്ട് ഉമ്മയുടെ അരികത്തിരിക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, കടന്നു വരുന്ന മുഖത്തുകൂടെ മുഖം മറച്ചുകൊണ്ടൊരു പെണ്ണ് എല്ലാം കഴുകി വൃത്തിയാക്കുമ്പോൾ ഉമ്മ പറഞ്ഞു, ഇവളാണ് എന്റെ മരുമകളാണ് എന്നെ നോക്കിയത്. അല്ലാഹുവേ, ഞാൻ അവളെ ഒരുപാട് കുറ്റപ്പെടുത്തിയിട്ടുണ്ട്, ഒരുപാട് ചീത്ത വിളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മോളെ, നീ എനിക്ക് പൊരുത്തം തരുമോ എന്ന് പറഞ്ഞപ്പോ മരുമകള് ചോദിച്ചു, ഉമ്മാ, ഇവിടെ ഒറ്റയ്ക്ക് ഇങ്ങനെ കിടക്കുന്നതിനേക്കാൾ എന്റെ വീട്ടിൽ വന്ന് കിടക്കാമോ? ഉമ്മ, ഒറ്റയ്ക്ക് ഇങ്ങനെ കിടക്കുന്നതിനേക്കാൾ എന്റെ വീട്ടിലൊന്ന് വന്ന് കിടക്കാമോ? ഉമ്മായോട് ആ മകൾ ചോദിക്കുമ്പോ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, മോളെ, ഞാൻ വരാം. അങ്ങനെ വീട്ടിന്റെ ഉള്ളിലേക്ക് ചെന്ന് ഉമ്മയും മകളും നല്ലതുപോലെ മുന്നോട്ട് പോയി. തന്റെ ഭർത്താവ് പ്രിയപ്പെട്ടവളോട് പറഞ്ഞു, അൽഹംദുലില്ലാഹ്, അല്ലാഹു എനിക്ക് തന്ന നിധിയാണു നീ, അല്ലാഹു എനിക്ക് തന്ന സ്വർഗത്തിന്റെ സന്തോഷമാണു നീ, അല്ലാഹു എനിക്ക് തന്ന സ്വർഗത്തിന്റെ ആനുകൂല്യമാണു നീ, അല്ലാഹു എനിക്ക് തന്ന സ്വർഗത്തിന്റെ നിധിയാണ് നീ, സ്വർഗത്തിന്റെ ആനുകൂല്യമാണ്. അല്ലാഹുവിനെ എത്ര സ്തുതിച്ചാലും മതി വരില്ല. എത്ര വേദനകൾ വന്നിട്ടും തന്റെ ഭർത്താവിനോടൊരു പരാതിയും പരിവട്ടവും ഒന്നും പറയാതെ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ ഉമ്മക്ക് വേണ്ടി സേവനം കാണിക്കാൻ ആ പെണ്ണ് കാണിച്ചിട്ടുള്ള മനസ്സ്, അതെത്രത്തോളം വർണ്ണിച്ചാലും മതി വരില്ല, എത്രത്തോളം പറഞ്ഞാലും മതി വരില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് പറയാൻ, കേട്ടുകൊണ്ടിരിക്കുന്നവരോട് പറയാ, നാളെ നമുക്കൊരു ഗ്ലാസ് വെള്ളം തരുന്നത് ആരാ എന്ന് പറയാൻ കഴിയില്ല, നമ്മളെ നോക്കുന്നത് ആരാണ് എന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് ഒരാളെയും ഒരു മരുമക്കളെയും കുറ്റപ്പെടുത്തരുത്. എല്ലാ മക്കൾ കൊണ്ടുവന്ന ആ മക്കൾ കൊണ്ടുവന്ന മരുമക്കളെ മുഴുവനും ഒരേപോലെ കാണണം, ഒരേപോലെ സ്നേഹിക്കണം, ഒരേപോലെ സ്നേഹം കൊടുക്കണം, ഒരേപോലെ ഇഷ്ടം വെക്കണം.
എങ്കിലേ നമുക്ക് വിജയമുള്ളൂ. എന്റെ ശബ്ദം ശ്രവിക്കുന്നവരൊക്കെ ഇത് നിങ്ങൾക്കറിയാവുന്നവരിലേക്ക് നിങ്ങൾ ഇത് എത്തിച്ചു കൊടുക്കണം. കാരണം അതവർ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുത്തുകൊണ്ട് അത് കേൾക്കുകയും അത് പഠിക്കുകയും അവരുടെ ജീവിതത്തിൽ കൊണ്ടുവരികയും ചെയ്താൽ അത് ഏറ്റവും നല്ല സന്തോഷം തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അർഹമായ പ്രതിഫലം നൽകട്ടെ. കുടുംബജീവിതത്തിൽ ഒരുപാട് മാധുര്യത്തിലൂടെ, ഒരുപാട് സന്തോഷത്തിലൂടെ, ഒരുപാട് സൗകുമാര്യതയിലൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.